بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തു ശുആറ ആറാമത്തെ വചനം മുതൽ 11 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. فقد كذبوا فقد എന്ന് പറയുമ്പോൾ ഖാഫിന് മാത്രമാണ് തഫ്ഖീം വരുന്നത്. ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ് ഖാഫ് എന്നതുകൊണ്ട് അതിന് തഫ്ഖീം ചെയ്ത് സ്വരഭാരത്തോടെ തടിപ്പിച്ച് ഉച്ചരിക്കണം. എന്നാൽ മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ ശ്രദ്ധിക്കണം. ഫ ഖ ദ് ദാലിൻ്റെ സുക്കൂൻ ചേർത്ത് വായിക്കായതുകൊണ്ട് ഖൽഖല സൂറ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. ഫഖദ് കദ്ദബു കാഫ് മഹ്മൂസ അക്ഷരമാണ്. ദാല് ശ്രദ്ധിക്കുക. കദ്ദബു നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗവും മേലെ മുൻപല്ലിൻ്റെ അറ്റവുമാണ് ദാലിൻ്റെ മഖ്റജ്. ഫഖദ് കദ്ദബു ഫസയഅ്തീഹിം ഹംസ കടുപ്പത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഫസയഅ്തീഹിം എന്നാണ് പലരും തെറ്റായി പറഞ്ഞു പോകാറുള്ളത്, സൂക്ഷിക്കണം. ഫസയഅ്തീഹിം അംബാഉ ഈ പദത്തിൽ സാക്കിനത്തായ നൂനും ശേഷം ബാഹുമാണ്. നൂനിനെ ഇഖ്ലാബ് ചെയ്ത് മാറ്റി മണിക്കണം. മണിക്കല്ലിൽ ഫലത്തിൽ അത് ഇഖ്ഫാ ഷഫവിയുടെ ഹുക്മാണ് അവിടെ ഉണ്ടായിത്തീരുന്നത്. മീമായി മാറുന്നതുകൊണ്ട് അതിൽ എന്നതിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. നിർബന്ധമായും 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ആ ദീർഘം നൽകണം. അലിഫിനെ ദീർഘിപ്പിച്ച് ഉച്ചരിക്കണം. ما كانوا به يستهزئون ബിഹി എന്നതിൽ ഉദ്ദമീറിനെ 2 ഹറക്കത്തിൻ്റെ അളവിൽ തബീഇയായ ദീർഘം നൽകണം. മദ്ദുസ്സിലത്ത് സുഗ്റ എന്നായിരിക്കും അതിൻ്റെ പേര്. വഖഫ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഹായിന് ദീർഘമില്ലാത്ത വിധത്തിൽ ഹായിന് സുക്കൂൻ നൽകിയാണ് ഉച്ചരിക്കേണ്ടത്. ബിഹ് എന്ന് സുക്കൂനുമേലാണ് വഖഫ് ചെയ്യേണ്ടത്. അതാണ് വ്യത്യാസം. അപ്പോൾ ഹാദമീർ ആയതുകൊണ്ട് മദ്ദുസ്സിലത്ത് സൂറ നൽകി അതിനെ ഉച്ചരിക്കുക. യസ്തഹ്സിഊൻ സീന് ഹ ഇതൊക്കെ ഇതൊക്കെ മഹ്മൂസ അക്ഷരങ്ങളാണ്. യസ്തഹ്സിഊൻ വ്യക്തമായി ഹർഫുകൾ അതിൻ്റെ മഖ്റജിൽ നിന്ന് ഒഴിഞ്ഞു കൊണ്ട് ഉച്ചരിക്കുക. സ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. യസ്തഹ്സിഊൻ ഹംസ വ്യക്തമാക്കണം എന്നത് നേരത്തെ സൂചിപ്പിച്ചതാണ്. അവലം യറൗ ഇലൽ അർദ് ഇവിടെയൊക്കെ ഹംസകൾ ആവർത്തിച്ച് വരുന്നുണ്ട്. വ്യക്തമാക്കി ശുദ്ധത്തോടു കൂടി ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ഹംസ എന്നത് ശ്രദ്ധിക്കുക. അവലം യറൗ സാക്കിനത മീമിന് ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. യറൗ റാഹിനെ തഫ്ഖീം ചെയ്ത് തടിപ്പിക്കണം. അവലം യറൗ ഇലൽ അർദി എന്നൊക്കെ തെറ്റായി പലരും ഹംസ വ്യക്തമാക്കാതെ പറഞ്ഞു പോകും, സൂക്ഷിക്കേണ്ടതാണ്. ഇലൽ അർദി ദ്വാദ് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളാണ്. റാഹിന് സുക്കൂൻ, ദ്വാദിന് കസ്ര, അതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം മാത്രമാണ് നൽകുക. ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾക്ക് കസ്ര വരുമ്പോൾ ഏറ്റവും കുറഞ്ഞ തഫ്ഖീമാണ് ഉണ്ടാവുക. കം അംബത്നാ ഫീഹാ കം ഇതിലുള്ള സാക്കിനത്തായ നൂനിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. കം അംബത്നാ മേലെ അംബാഉ എന്ന പദത്തിൽ പറഞ്ഞതുപോലെ ഇവിടെയും സാക്കിനത്തായ നൂനിനെ മീമാക്കി മാറ്റി മണിക്കണം. ഇഖ്ലാബ് ചെയ്യണം. മണിക്കലിൽ അതിനെ സാക്കിനത്തായ മീമാക്കി മാറ്റുമ്പോൾ ഫലത്തിൽ അതിന് ഇഖ്ഫാ ഷഫവി എന്ന മീമിൻ്റെ ഹുക്മാണ് വരുന്നത്.
താ മുഹ്മൂസാണ്. ബത്ത് 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 ത് എന്ന് ശബ്ദം ചലിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. أنبتنا فيها من كل ساكنة نون ശേഷം കാഫുമാണ്. ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. മണിക്കലിൽ തർക്കീഖാണ് വേണ്ടത്, ശേഷം കാഫ് ആയതുകൊണ്ട്. മിൻ കുല്ലി സൗജിൻ കരീം, നേരത്തെ പറഞ്ഞ സാക്കിന നൂനിൻ്റെ അതേ ഹുക്മ തന്നെ, തൻവീനും ശേഷം കാഫും. സൗജിൻ കരീം, തൻവീനിനെ മറച്ചു മണിക്കുക, ഇഖ്ഫ ഹഖീഖി നൽകി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഇന്ന ഫീ ദാലിക ലആയ, നൂൻ മുശദ്ദദയെ മണിക്കണം 2 ഹറക്കത്തിൻ്റെ അളവിൽ. ഇന്ന ഫീ ദാലിക ലആയ, ലആയതൻ അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഹാഇന് സാക്കിനത ഹായി ഉച്ചരിക്കുക. ആയത്ത് എന്നുള്ള താഇന്, അതിന് ഹാ ഉത്തനീസ് എന്ന് തന്നെ പേരും പറയും. താ ഉത്തനീസ് എന്നും ഹാ ഉത്തനീസ് എന്നും പേര് പറയും. തായിൽ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂനാണ്, ഹാ ഉള്ള സുക്കൂനുള്ള ഹാ ആണ്. ലആയ വമാ കാന അക്സറുഹും മുഅ്മിനീൻ, വമാ കാന അക്സറുഹും, ഇവിടെ റായിന് മാത്രമാണ് ഒരു തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരമായി വന്നിട്ടുള്ളത്, തടിപ്പിക്കേണ്ട അക്ഷരം. എല്ലാറ്റിനും ബാക്കി എല്ലാറ്റിനും തർക്കീഖാണ്, ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ് എന്നതും ശ്രദ്ധിക്കുക. വമാ കാന അക്സറുഹും, റൂ റായിനെ തടിപ്പിക്കുക. അക്സറുഹും മുഅ്മിനീൻ, അക്സറുഹും സാക്കിനത്ത മീമിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ഷഫവി എന്നോ അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈനി സഗീർ എന്നൊക്കെ അതിന് പേര് നൽകാം. മുഅ്മിനീൻ, ഹംസക്ക് ഷിദ്ദത്താണ്, മുഅ്മിനീൻ എന്നായി പോയത്. അക്സറുഹും മുഅ്മിനീൻ. വഇന്ന റബ്ബക, ഷദ്ദുള്ള നൂൻ വീണ്ടും വന്നു, നൂൻ മുശദ്ദദയെ മണിക്കുക. റബ്ബക റാഇനെ തഫ്ഖീം ചെയ്യുക. റബ്ബക ലഹുവൽ അസീസുർ റഹീം. ലഹുവ ലഹുവ, എല്ലാ അക്ഷരങ്ങളും ക്ലിയറായി വ്യക്തമായി ഉച്ചരിക്കുക. വാവ് പ്രത്യേകിച്ച് സൂചിപ്പിക്കേണ്ട, വാവ് ഉച്ചരിക്കാൻ പ്രത്യേകിച്ച് ഒരു പരിശീലനം ആവശ്യമില്ല. എന്നാൽ തന്നെയും 2 ചുണ്ടുകൾക്കിടയിൽ നിന്ന് ഉച്ചരിക്കേണ്ട വാവ് ലഹുവ എന്ന് വ്യക്തമാക്കണം. അൽ അസീസുർ റഹീം, ഐന് സായി ശേഷം അർ റഹീം റാ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. റായിന് ഷദ്ദാണ്, തക്രീർ വരാതെ ശ്രദ്ധിക്കണം. അർ എന്ന് വിറയൽ വരരുത്. അർ റഹീം ഒറ്റ റാ ഉച്ചരിക്കുക. ശേഷം ഹ, എല്ലാ ഹർഫുകളും വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. ലഹുവൽ അസീസുർ റഹീം, ഈ 2 വചനങ്ങൾ ഇന്ന ഫീ ദാലിക ലആയ വമാ കാന അക്സറുഹും മുഅ്മിനീൻ വഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം, ഈ വചനങ്ങൾ ഈ സൂറത്തിൽ ആവർത്തിച്ചു വരുന്ന 2 വചനങ്ങളാണ്. പ്രത്യേകിച്ച് ഓരോ സംഭവങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴൊക്കെയും അല്ലാഹു ഇന്ന ഫീ ദാലിക ലആയ വമാ കാന അക്സറുഹും മുഅ്മിനീൻ ഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുക. വഇദ് നാദാ റബ്ബുക, വഇദ് നാദാ, വഇദ് ദാലിക് ശ്രദ്ധിച്ചു ഉച്ചരിക്കുക. വഇദ് നാദാ, നാദാ എന്ന് പറയരുത്. വഇദ് നാദാ റബ്ബുക, റാഇന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ച് റാ ഉച്ചരിക്കുക. റബ്ബുക മൂസ, മൂസ എന്നതിലെ ദീർഘം മദ്ദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അതിനെ ദീർഘിപ്പിക്കുക. وإذ نادى ربك موسى أن ائت القوم الظالمين. أن ائت, أن إيتي, أن إيتي ചേർത്ത് വായിച്ചപ്പോൾ അനിത്തി ഇൽത്തിഖാഉ സാക്കിനിൻ പരിഹരിക്കാൻ വേണ്ടിയാണ് അൻ എന്ന സാക്കിനത്തെ നൂന് മാറി കസ്റായത്. അതിന് സുക്കൂന് പോയി കസ്റ് വന്നു. അനിത്തിൽ ഖൗമ, ഖാഫിനെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം.
അദ്ദാലിമീൻ ളാഇനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീമാണ്. ളാ എന്ന് തടിപ്പിച്ച് പറയുക. അനിത്തിൽ ഖൗമ ളാലിമീൻ ഖൗമ ഫിർഔൻ ഖൗമ വീണ്ടും ഖാഫിനെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. ഫിർഔൻ ഇതിലുള്ള റാ പ്രത്യേകം ശ്രദ്ധിക്കുക. തർക്കീഖാണ്. സാക്കിനത്തായ റാഇന് തൊട്ടു മുമ്പിൽ സ്ഥിരപ്പെട്ട കസ്റുണ്ട് എന്നതാണ് അതിനുള്ള കാരണം. ഖൗമ ഫിർഔൻ അലാ യത്തഖൂൻ ഫിർഔന അലാ യത്തഖൂൻ എന്ന് ചേർത്തോതുമ്പോൾ ദീർഘമുണ്ടാവുകയില്ല. വഖഫിന് വേണ്ടിയാണ് ഫിർഔൻ എന്ന വാവിനെ ദീർഘിപ്പിക്കുന്നത്. 4 ഹറക്കത്തിൻ്റെ അളവിൽ അല്ലെങ്കിൽ 6 ഹറക്കത്തിൻ്റെ അളവ് വരെയും ഒക്കെ വേണമെങ്കിൽ ആ ദീർഘം നൽകാം. മദ്ദാരിദ് സുക്കൂൻ അവിടെ ദീർഘിപ്പിക്കുന്നത് ലീനിൻ്റെ ഹർഫായ വാവിനെയാണ്. ഫിർഔൻ 4 ഹർക്കത്തിൻ്റെ അളവിലുള്ള മിത ദീർഘം സ്വീകരിക്കലാണ് ഉത്തമം. അലാ യത്തഖൂൻ അലാ യത്തഖൂൻ ഖാഫിന് തഫ്ഖീം കൊടുക്കുക. നിസ്ബിയായ 3ാമത്തെ ലെവലിലുള്ള തഫ്ഖീമാണ്. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. فقد كذبوا فسيأتيهم أنباء ما كانوا به يستهزئون. أولم يروا إلى الأرض كم أنبتنا فيها من كل زوج كريم إن في ذلك لآية وما كان أكثرهم مؤمنين وإن ربك لهو العزيز الرحيم. وإذ نادى ربك موسى أن ائت القوم الظالمين قوم فرعون ألا يتقون. സൂറത്ത് ഷുആറ 6 മുതൽ 11 വരെ വചനങ്ങളാണ് നാം പാരായണം ചെയ്തത്. ഈ വചനങ്ങളിൽ അല്ലാഹു പറയുകയാണ്, ഫഖദ് കദ്ദബു ഫസയഅതീഹിം അംബാഉ മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. എന്നാൽ അവർ കളവാക്കുകയുണ്ടായി. അവർ എന്തെന്നിനെയായിരുന്നോ പരിഹസിച്ചിരുന്നത് അതിനെക്കുറിച്ചുള്ള വിവരം അവർക്ക് വന്നെത്തുക തന്നെ ചെയ്യും. ഫഖദ് കദ്ദബു ബിമാ ജാഅകും മിനൽ ഹഖ്. അവർക്ക് വന്നെത്തിയ സത്യത്തെ അവർ കളവാക്കി. എന്നാൽ ഇതിൻ്റെ പരിണിത ഫലം എന്താണോ അതിൻ്റെ യഥാർത്ഥം അവർക്ക് പിന്നീട് അറിഞ്ഞുകൊള്ളും. അതിനുള്ള പരിണിത ഫലം അവർ അനുഭവിച്ചു കൊള്ളും. സൂറത്ത് ഷുആറയുടെ തന്നെ അവസാനത്തിൽ അല്ലാഹു പറയുന്നു, വസയഅലമുല്ലദീന ളലമു അയ്യ മുൻഖലബിൻ യൻഖലിബൂൻ. ഏത് മടക്കസ്ഥാനത്തേക്കാണ് അവർ മടങ്ങുക എന്നത് അവർ അക്രമികളായ ആളുകൾ പിന്നീട് അറിഞ്ഞുകൊള്ളും എന്ന് പറഞ്ഞ അതേ വചനത്തിന് തുല്യമായ ഒരു കാര്യം ഇവിടെയും അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അവലം യറൗ, അവർ നോക്കുന്നില്ലേ, ഇലൽ അർദി, ഭൂമിയിലേക്ക്, കം അംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം, എത്ര മാന്യമായ ഇണകളെയാണ് നാം അതിൽ മുളപ്പിച്ചിട്ടുള്ളത് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹാസൃഷ്ടി വൈഭവത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അവരോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. الذي خلق الأرض وأنبت فيها من كل زوج كريم من زروع وثمار وحيوان. അതായത് കൃഷികളും കായ്കനികളും ജീവജാലങ്ങളുമെല്ലാം അള്ളാഹു അവയെല്ലാം ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു എന്നത് അവൻ്റെ അത്ഭുത സൃഷ്ടി വൈഭവത്തിൻ്റെ തെളിവല്ലേ? ചിന്തിക്കുന്നില്ലേ? അവർ നോക്കുന്നില്ലേ? ഇന്ന ഫീ ദാലിക ലആയ, നിശ്ചയമായും അതിൽ ദൃഷ്ടാന്തമുണ്ട്. ലആയ വമാ കാന അക്സറുഹും മുഅ്മിനീൻ, അവരിൽ അധിക പേരും തന്നെ വിശ്വസിക്കുന്നവരല്ല.
ദലാലതൻ അലാ ഖുദ്റത്തിൽ ഖാലിഖി ലിൽ അഷ്യാ, അള്ളാഹുവിൻ്റെ എല്ലാ വസ്തുവിനെയും അവൻ സൃഷ്ടിച്ചതാണ് എന്നതിനുള്ള തെളിവ് അതിലുണ്ട്. ഭൂമിയെ വിശാലമാക്കുകയും വിധാനിക്കുകയും ആകാശത്തെ മേൽക്കൂരയാക്കി ഉയർത്തുകയും ചെയ്ത മഹാനായ പടച്ചവൻ അല്ലദീ ബസതൽ അർദ വറഫഅ ബിനാഅ അസ്സമാ വമഅ ഹാദാ മാ ആമന അക്സറുൻ നാസ്. ഇതോടൊപ്പം തന്നെ അധികം ആളുകളും തന്നെ വിശ്വസിക്കുന്നില്ല. ഇമാം ഇബ്നു കസീറിൻ്റെ വിശദീകരണമാണ് ബൽ കദ്ദബൂ ബിഹി വബിറുസുലിഹി വകുതുബിഹി. അവർ അവനിലും അവൻ്റെ ദൂതന്മാരിലും അവൻ്റെ ഗ്രന്ഥങ്ങളിലുമെല്ലാം തന്നെ അവിശ്വസിക്കുകയും കളവാക്കുകയും ചെയ്തിരിക്കുകയാണ്. വമാ കാന അക്സറുഹും മുഅ്മിനീൻ വഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം. താങ്കളുടെ നാഥൻ റബ്ബ്, നിശ്ചയമായും റബ്ബ്, ലഹുവ അവനാകുന്നു, അൽ അസീസ് അങ്ങേയറ്റത്ത് പ്രതാപവാനാണ്, അർ റഹീം അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനുമാണ്. അൽ അസീസ് അസ്സ കുല്ലു ഷൈഇൻ വഖഹറഹു വഗലബഹു. എല്ലാറ്റിൻ്റെയും മേലെ അവൻ മഹാപ്രതാപവാനായി, ധന്യനായി, ഐശ്വര്യവാനായി നിലനിൽക്കുകയാണ്. എല്ലാറ്റിനെയും അടക്കി ഭരിച്ചുകൊണ്ടും അതിജയിച്ചുകൊണ്ടും അള്ളാഹു എല്ലാറ്റിനും മേലെയാണ്, അസീസാണ് അവൻ. അൽ അസീസ് എന്നതിന് മറ്റൊരു വ്യാഖ്യാനം അൽ അസീസു ഫീ നിഖ്മതിഹി വൻതിസാരിഹി മിമ്മൻ ഖാലഫ അംറഹു വഅബദ ഗൈറഹു. അവൻ്റെ ശിക്ഷയിൽ അവനോട് എതിരിടുന്നവരെ, കളവാക്കുന്നവരെ ശിക്ഷിക്കുന്ന കാര്യത്തിലും അവൻ വിജയിക്കുന്നതിലും, അഥവാ അവനോട് എതിരിടുന്ന അവൻ്റെ കൽപ്പനകൾ ധിക്കരിക്കുന്ന ആളുകളെ പരാജയപ്പെടുത്തുന്നതിലുമെല്ലാം തന്നെ മഹാപ്രതാപവാനാണവൻ എന്ന അർത്ഥമാണ് അതിനുള്ളത്. എന്നാൽ അർ റഹീം എന്ന് പറഞ്ഞാൽ ബിമൻ താബ ഇലൈഹി വഅനാബ. സഈദ് ഇബ്നു ജുബൈർ നൽകുന്ന വിശദീകരണം അർ റഹീം ബിമൻ താബ ഇലൈഹി വഅനാബ, അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന, ഖേദിച്ച് മടങ്ങുന്ന ആളുകളോട് അങ്ങേറ്റം കരുണ ചെയ്യുന്നവനാണ്. ചുരുക്കി പറഞ്ഞാൽ പൊതുവിൽ എല്ലാ സൃഷ്ടിജാലങ്ങളോടും മഹാകാരുണ്യവാനാണ് അർ റഹീം എന്നതിൻ്റെ അർത്ഥമായി നാം മനസ്സിലാക്കേണ്ടത്. വഇദ് നാദാ റബ്ബുക മൂസാ അൻ ഇഅ്തിൽ ഖൗമ അസ്സാലിമീൻ. നിന്റെ റബ്ബ് വിളിച്ച സന്ദർഭം നീ ഓർക്കുക. ആരെ വിളിച്ചു? മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ. എന്താ എന്നിട്ട് അള്ളാഹു കൽപ്പിച്ചത്? അൻ ഇഅ്തിൽ ഖൗമ അസ്സാലിമീൻ, അക്രമികളായ ജനതയുടെ അടുത്തേക്ക് ചെല്ലൂ എന്ന് കൽപ്പിച്ചു. കലീമുല്ലാഹി മൂസ ഇബ്നു ഇമ്രാൻ അലൈഹിസ്സലാത്തു വസ്സലാം, മൂസ ഇബ്നു ഇമ്രാൻ, അള്ളാഹുവിൻ്റെ കരീമായ, അള്ളാഹു നേരിട്ട് സംസാരിച്ച മഹാനായ പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാം, അള്ളാഹു അദ്ദേഹത്തെ വിളിക്കുകയാണ് തൂർ പർവ്വതത്തിൽ വെച്ചുകൊണ്ട്. അള്ളാഹു അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹത്തോട് അള്ളാഹു ആവശ്യപ്പെട്ടു അക്രമികളായ ജനതയുടെ അടുത്തേക്ക് ചെല്ലുവാൻ. ആരാണ് ജനത? അടുത്ത വചനത്തിൽ അള്ളാഹു പറയുകയാണ് ഖൗമ ഫിർഔൻ, ഉദ്ദേശിച്ചത് ഫിർഔൻ്റെ ജനതയാണ്. അലാ യത്തഖൂൻ, അവർ സൂക്ഷ്മത പാലിക്കുവാൻ, തഖ്വയുള്ളവരാവാൻ തയ്യാറാകുന്നില്ലേ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഫിർഔൻ്റെ അടുത്തേക്ക് ചെല്ലുവാനുള്ള ആദ്യ കൽപ്പന, പ്രവാചകനായിക്കൊണ്ട് പ്രബോധനത്തിന് ഇറങ്ങുവാൻ അള്ളാഹു ഈ വചനങ്ങളിലൂടെ കൽപ്പിക്കുന്ന സംഭവമാണ്. ഈ വചനങ്ങളിലൂടെ അള്ളാഹു വിശദീകരിക്കുന്നത്. അള്ളാഹു കൂടുതൽ കാര്യങ്ങൾ അറിയുവാനും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും തൗഫീഖ് ചെയ്യട്ടെ. ബാറക്കല്ലാഹു ഫീക്കും.